എലത്തൂർ ഇന്ധനച്ചോർച്ചയിൽ HPCL കമ്പനിക്കെതിരെ കേസെടുത്തു. ഗുരുതരമായ വീഴ്ചയാണ് HPCL നിന്നുണ്ടായതെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ജലസ്രോതസ്സുകളിൽ ലയിച്ച ഡീസൽ നിർവീര്യമാക്കാനുള്ള നടപടികൾ കമ്പനി ഉടൻ ആരംഭിക്കും. ചോർച്ചയുണ്ടായ HPCL പ്ലാന്റിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയ ശേഷമാണ് കേസെടുത്തത്. 1 കോടി രൂപ വരെ പിഴയും തടവ് ശിക്ഷയും വരെ ലഭിക്കാവുന്ന സെക്ഷൻ 92, 96 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഗുരുതര വീഴ്ചയാണ് കമ്പനിക്കുണ്ടായതെന്ന് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഒഴിവായത് വലിയ ദുരന്തമാണെന്നും HPCLലെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പൊല്യൂഷനിന്റെ റെക്ടിഫിക്കേഷനും ഈ പൊല്യൂഷനിന്റെ കൺട്രോളും ഒരു ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഓയിൽ ഡിസ്പേഴ്സന്റ് പോലെ ഒരു കെമിക്കൽ ഉണ്ട്. അത് കെമിക്കൽ യൂസ് ചെയ്തിട്ട് ആ ഓയിൽ മാറ്റാൻ പറ്റും. അത് ഒരു അക്സെപ്റ്റഡ് പ്രൊവിഷൻ ആണ്. അതൊരു ഏത് ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ, വെള്ളത്തിൽ ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ ഓൾറെഡി നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് HPCL. ആൻഡ് ദേ ഹാവ് ടു ക്ലീൻ ദ എൻറ്റയർ വാട്ടേഴ്സ്. അതൊന്നും സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല ഈ കാര്യത്തിൽ. അവർക്ക് എല്ലാ വാട്ടർ ബോഡീസ് ക്ലീൻ ചെയ്യണം. വാട്ടർ ബോഡീസിലെ പൊല്യൂഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആ ഡീസൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിലാണെങ്കിൽ ഇറ്റ് ഗോസ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി റിവറിലേക്ക് പോയി അവിടെ തൊഴിലാളിയുണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്. അവർക്ക് ഒരു ഇമ്പാക്ട് വരും. അതിന്റെ ഒരു വേറെ നടപടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളത്തിൽ എല്ലാ പൊല്യൂഷൻ ഈ ഓയിൽ ഡിസ്പേഴ്സൻ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇന്നലെ വൈകുന്നേരം മുതലാണ് കമ്പനിക്ക് പുറത്തുള്ള ഓവുചാലിൽ ചോർച്ച ദൃശ്യമായത്. 12 വീപ്പകളിലും കന്നാസുകളിലുമായി 2000 ലിറ്ററിലധികം ഡീസൽ ഇന്നലെ ശേഖരിച്ചു. അർദ്ധരാത്രിയോടെ ചോർച്ച നിയന്ത്രണ വിധേയമായെന്ന് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ഇന്ന് രാവിലെ മുതൽ ജലാംശം കുറഞ്ഞ ഡീസൽ ഓവുചാലിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. നിരവധി പേരാണ് കുപ്പികളിലും കന്നാസുകളിലുമായി ഡീസൽ ശേഖരിച്ചു മടങ്ങിയത്. ഇപ്പോഴും വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, ക്ലിയർ ഡീസൽ മാത്രമാണ്. ഇതിന് വെള്ളത്തിന്റെ ആവശ്യമില്ലേ, ക്ലിയർ ഡീസൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര എവിടെ നിന്ന് വരാണ്ടാവും? ഇവരാകെ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്ന സാധനം പഞ്ഞിക്കെട്ടാണ്. ഇത്രയും ജനങ്ങൾ ഈ പഞ്ഞിക്കെട്ടകളെ വിശ്വസിച്ചാണ് ജീവിക്കേണ്ടത്. ഓവുചാലിലൂടെ ഒഴുകിയ എണ്ണമയം സമീപത്തെ ജലസ്രോതസ്സുകളിലും കടലിലേക്കും എത്തിയിട്ടുണ്ട്. ചില മേഖലകളിൽ മീനുകൾ ചത്തുപൊങ്ങിയതായും നാട്ടുകാർ അറിയിച്ചു. മുംബൈയിൽ നിന്നും എത്തിക്കുന്ന പ്രത്യേക രാസമിശ്രിതം ഉപയോഗിച്ച് വെള്ളത്തിലെ ഡീസൽ നിർവീര്യമാക്കും. മണ്ണിൽ കലർന്നതും ഉടൻ വൃത്തിയാക്കുമെന്നും HPCL അറിയിച്ചു. ചോർച്ച സൃഷ്ടിച്ച പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് വിശദമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.